കഴിഞ്ഞ 5 വർഷക്കാലമായിട്ടാണ് പിണറായി വിജയൻ ഏറ്റവും കൂടുതലായിട്ട് മാധ്യമ വിചാരണയ്ക്ക് വിധേയനായിട്ടുള്ളത്. അദ്ദേഹം മുഖ്യമന്ത്രി ആയ ആദ്യ 5 വർഷമല്ല, അതിനുശേഷം വന്നിരിക്കുന്ന 5 വർഷം. ഇദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് സ്ഥാനം ഏറ്റെടുത്ത സമയത്ത് സെക്രട്ടേറിയറ്റിലെ ഓരോ ഫയലുകളും ഓരോ ജീവിതങ്ങളാണ് എന്ന് വേണം ഉദ്യോഗസ്ഥർ മനസ്സിലാക്കാൻ എന്ന രീതിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളുണ്ട്. ഇത് ആദ്യകാലത്ത് ആഘോഷിക്കപ്പെട്ടെങ്കിലും പിന്നീട് ഈ വിഷ്വൽസ് പതുക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് ഇല്ലാതാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വാഹനവ്യൂഹം ഇല്ലാതെയും മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ പിണറായി വിജയൻ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷേ ആ വിഷ്വൽസിനേക്കാൾ കൂടുതലായിട്ട് ഈ പറഞ്ഞ 10ഉം 20ഉം വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി അദ്ദേഹം യാത്ര ചെയ്യുന്ന വിഷ്വൽസാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത്. അങ്ങനെ ഇദ്ദേഹം ഇനി മുമ്പോട്ട് പോകാൻ പാടില്ല, ഒരു 3ാം തുടർഭരണം വരാൻ പാടില്ല എന്നത് തീരുമാനമായിരുന്നു. ആരുടെ? ഇവിടുത്തെ, ഞാൻ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഉന്നത കുലജാതരായിട്ടുള്ള ആളുകളുടെ തന്നെ തീരുമാനമായിരുന്നു. അവരാൽ നയിക്കപ്പെടുന്ന മാധ്യമങ്ങളല്ലേ കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഏതെങ്കിലും ദളിതം നടത്തുന്ന മാധ്യമമുണ്ടോ കേരളത്തിൽ? നമസ്കാരം. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയന്റെ പ്രവർത്തനം മികച്ചാണെന്ന കാര്യത്തിൽ ആർക്കും വലിയ സംശയമൊന്നും ഉണ്ടാവില്ല. പക്ഷേ പോലും കഴിഞ്ഞ ദിവസം നിയമസഭയിൽ KN ബാലഗോപാലായിട്ടുള്ള ഇൻസിഡൻറ്റിൻ്റെ പേരിലൊക്കെ ഒരുപാട് ട്രോളുകൾ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരന് നേരെ കാലങ്ങളായിട്ട് കേരളത്തിലൊരു ഹെയ്റ്റ് ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും അതിനു മുന്നേ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്തും ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്ന കാലത്തും എല്ലാം ഈ ഒരു ഹെയ്റ്റ് ഉണ്ട്. ഒരു പരിധിവരെ അദ്ദേഹത്തിൻ്റെ ആ കർക്കശ സ്വഭാവവും ഈ ധാർഷ്ട്യം നിറഞ്ഞ ചില പ്രയോഗങ്ങളും ഒക്കെ ഒരു കാരണമായിട്ടുണ്ടാവാം. പക്ഷെ അതിനപ്പുറം പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരൻ പല കോണുകളിൽ നിന്ന് ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പിണറായി എന്ന കമ്മ്യൂണിസ്റ്റിനെ കേരളത്തിന് ആവശ്യമാണ് എന്നിരിക്കെ അദ്ദേഹത്തിന് നേരെ വരുന്ന ഇത്രയും വലിയൊരു ട്രോളുകൾ അല്ലെങ്കിൽ ഹെയ്റ്റ് അനാവശ്യമല്ലേ കുറേയൊക്കെ? കഴിഞ്ഞ 5 വർഷക്കാലമായിട്ടാണ് പിണറായി വിജയൻ ഏറ്റവും കൂടുതലായിട്ട് മാധ്യമ വിചാരണയ്ക്ക് വിധേയനായിട്ടുള്ളത്. അദ്ദേഹം മുഖ്യമന്ത്രി ആയ ആദ്യ 5 വർഷമല്ല, അതിനുശേഷം വന്നിരിക്കുന്ന 5 വർഷം. ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ 5 വർഷം എന്ന് പറയുന്നത് അദ്ദേഹം കേരളത്തെ പരിരക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്നുള്ളൊരു പരിവേഷമാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തിന് നൽകിയത്. കാരണം പ്രളയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, കൊറോണ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ള ഇനീഷ്യേറ്റീവ്, ആ ഇനീഷ്യേറ്റീവിനെ അഭിനന്ദിക്കാത്തവരായിട്ട് കേരളത്തിൽ ആരും ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അതിനെ അംഗീകരിച്ചിരുന്നു. തുടർഭരണം കിട്ടുകയും ചെയ്തു. തുടർഭരണം കിട്ടുകയും ചെയ്തു. എന്നാൽ രണ്ടാമത് ഭരണത്തിലേക്ക് വരുന്ന സമയത്ത് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കൊന്നു ഒരു പ്രത്യേക മാധ്യമ സിൻഡിക്കേറ്റ്, അതായത് മാധ്യമ സിൻഡിക്കേറ്റ് എന്നുള്ള പദം തന്നെ CPM-ൻ്റെയും അതോടൊപ്പം തന്നെ പിണറായി വിജയൻ്റെ ഒരു സംഭാവനയാണ്. ചില മാധ്യമ സിൻഡിക്കേറ്റുകൾ പിണറായി വിജയനെതിരെ ഒരു ഹേറ്റ് ക്യാമ്പയിൻ പോലെ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പിണറായി വിജയൻ്റെ ചിരി, അത് നമ്മൾ ഇന്നേവരെ വിഷ്വൽസ് കണ്ടിട്ടില്ല. എന്നാൽ ഈ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പലപ്പോഴും ചിരിച്ചിട്ടുണ്ട്, കുട്ടികളോടൊത്ത് സ്വറ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഇന്നേ വരെ ഒരു വിഷ്വൽസും നമ്മളുടെ കൺമുമ്പിലേക്ക് എത്തിപ്പെടാറില്ല. ഇത് കൂടാതെ തന്നെ ഇദ്ദേഹത്തിൻ്റെ നടത്തിയുള്ള ചില പദപ്രയോഗങ്ങളുണ്ട്, ഇദ്ദേഹത്തിൻ്റെത് മാത്രമായിട്ടുള്ള ചില പദപ്രയോഗങ്ങളുണ്ട്. ഒന്ന്, നികൃഷ്ടജീവി, പരനാറി, ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില പദപ്രയോഗങ്ങളുണ്ട്. കടക്കുപുറത്ത്, ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില പദപ്രയോഗങ്ങളാണ്. ഈ പദപ്രയോഗങ്ങൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുകയും, എന്നാൽ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, ഒരുപാട് നല്ല വശങ്ങൾ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് സ്ഥാനം ഏറ്റെടുത്ത സമയത്ത് സെക്രട്ടേറിയറ്റിലെ ഓരോ ഫയലുകളും ഓരോ ജീവിതങ്ങളാണ് എന്ന് വേണം ഉദ്യോഗസ്ഥർ മനസ്സിലാക്കാൻ എന്ന രീതിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളുണ്ട്. ഇത് ആദ്യകാലത്ത് ആഘോഷിക്കപ്പെട്ടെങ്കിലും പിന്നീട് ഈ വിഷ്വൽസ് പതുക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് ഇല്ലാതാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആർക്കോ വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരു പിണറായി വിരുദ്ധത ഇവിടെ പറഞ്ഞു പരത്താൻ വേണ്ടിയിട്ട് ആരോ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ വിജയം കാണുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പിണറായി വിജയൻ എന്ന പാർട്ടി സെക്രട്ടറി, ഈ പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അന്നും അദ്ദേഹം ധാർഷ്ട്യക്കാരനായിരുന്നു, കാർക്കശിക്കാരനായിരുന്നു. യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറായില്ല. ആ സമയത്തൊക്കെയാണ് അദ്ദേഹം, എനിക്ക് തോന്നുന്നു, നമ്മളുടെ NK പ്രേമേന്ദ്രനൊക്കെ പരനാറി എന്ന് വിളിച്ചത്, നികൃഷ്ടജീവി എന്ന് വിളിച്ചത്, എടോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ചത്, കടക്കുപുറത്ത് എന്ന ഇതിനു മുമ്പ്, മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് തന്നെ പത്രക്കാരോട് പല രീതിയിലും ഡൽഹിയിലൊക്കെ വെച്ച്, കേരള ഹൗസിലൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം നമ്മൾ പല സമയങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ കാർക്കശിക്കാരനായിരുന്നു പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നും വേണ്ട. ശരിക്കും കാർക്കശിക്കാരനും അല്പം ധാർഷ്ട്യമൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ മാധ്യമങ്ങളുടെ പരിലാളനകളേറ്റ് വളർന്നു വന്ന ഒരാളുമല്ല പിണറായി വിജയൻ. എന്നാൽ മുഖ്യമന്ത്രി ആയതിനു ശേഷം പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തും ഒരുപാട് വീഴ്ചകളുണ്ട്. ഒരുപാട് വാഹന വ്യൂഹത്തുമായിട്ട് ഇദ്ദേഹം സഞ്ചരിക്കുന്ന രീതികൾ, ഇങ്ങനെയുള്ള വിഷ്വൽസാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ വാഹന വ്യൂഹം ഇല്ലാതെയും പോയിക്കൊണ്ടിരുന്നു. വാഹനവ്യൂഹം ഇല്ലാതെയും മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ പിണറായി വിജയൻ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷേ ആ വിഷ്വൽസിനേക്കാൾ കൂടുതലായിട്ട്
ഈ പറഞ്ഞ 10-20 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി അദ്ദേഹം യാത്ര ചെയ്യുന്ന വിഷ്വൽസാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മേജർ രവിയെ പോലെയുള്ള ഒരാൾ പോലും വന്നിരുന്നിട്ട് സാമൂഹ്യ മാധ്യമത്തിൽ വന്നിരുന്ന് പറഞ്ഞു 10-40 വണ്ടിയുടെ അകമ്പടിയോടുകൂടി പോകുന്ന ഒരു മുഖ്യമന്ത്രി മാറിയിട്ട് ഇപ്പോൾ 2-3 വണ്ടിയുടെ അകമ്പടിയോടുകൂടി പോകുന്ന ഒരു മുഖ്യനെ നമുക്ക് കിട്ടിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. മുഖ്യമന്ത്രി ആയിട്ട് വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് എത്ര വണ്ടികളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്നാലെ? അത് നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 10-30 വണ്ടികൾ വരത്തില്ലേ? അതിനുശേഷം പിന്നീട് പർപ്പസ്ഫുള്ളി അദ്ദേഹം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ സമയത്ത് എത്ര വണ്ടി ഉണ്ടായിരുന്നു? 2-3 വണ്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അദ്ദേഹം യാത്ര ചെയ്യുന്ന പല സ്ഥലങ്ങളിൽ നിന്നും വീഡിയോകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. എങ്ങനെയുള്ള വീഡിയോകൾ? 2-3 വണ്ടിയായിട്ട് പോകുന്ന വീഡിയോകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അപ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിലെ ഒരു ബോധ്യം എന്താണ്? ഇത്ര വണ്ടിയുമായിട്ടാണ് തങ്ങളുടെ മുഖ്യം പോകുന്നത്. ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ഒരു ജില്ല സന്ദർശിക്കുന്ന സമയത്ത് അവിടെ ജില്ലാ കളക്ടർ ഉണ്ടാവണം, RDO ഉണ്ടാവണം, പിന്നെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പരിപാടിക്കാണ് വന്നെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ വണ്ടി ഉണ്ടാവും. എങ്ങനെ പോയാലും ഒരു 10-15 വണ്ടികൾ ഒരു മുഖ്യമന്ത്രി എത്തുന്ന സ്ഥലത്തുണ്ടാവണം. കാരണം അവിടുത്തെ മന്ത്രി ഉണ്ടാവും, ആ ജില്ലയിലെ മന്ത്രി അവിടെ നിന്നുണ്ടാവും, ആ ജില്ലയിലെ MLA-മാരുടെ വാഹനങ്ങളുണ്ടാവും. ഇതെല്ലാം കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര വണ്ടി ഉണ്ടാവുമെന്ന്. ഇപ്പോൾ എറണാകുളം ജില്ലയിലേക്ക് മുഖ്യമന്ത്രി വരികയാണെന്ന് വിചാരിക്കുക. ഇവിടുത്തെ 14 മന്ത്രിമാരും അദ്ദേഹത്തെ അനുഗമിക്കേണ്ട ഒരു സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് കരുതുക. അതുകൂടാതെ ജില്ലാ കളക്ടർ, RDO, ഇത്രയും ആളുകൾ തന്നെ ആകുമ്പോഴത്തേക്ക് എത്ര വണ്ടിയായി? അതുകൊണ്ടാണ് പേഴ്സണൽ സ്റ്റാഫിൻ്റെ വണ്ടി, അതുകൊണ്ടാണ് പൈലറ്റ് വാഹനം, DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും 10-22 വണ്ടിയായില്ലേ? ഇത് തന്നെയാണ് പിണറായി വിജയൻ്റെ കാലഘട്ടത്തിലും നടന്നിട്ടുള്ളത്. പക്ഷെ അന്ന് പിണറായി വിജയൻ ഇങ്ങനെ വാഹനങ്ങളിൽ പോകുന്നതൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ മുഖ്യമന്ത്രി പോകുന്ന സമയത്ത് മുഖ്യമന്ത്രി കുറഞ്ഞ വാഹന വ്യൂഹത്തോടുകൂടി പോകുന്ന വീഡിയോകൾ മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. എന്നാൽ വലിയ വാഹന വ്യൂഹത്തോടുകൂടി പോകുന്ന വിഷ്വൽസ് ഒന്നും പുറത്തേക്ക് വരുന്നില്ല. പ്രധാനമായിട്ടും ട്രെയിനിലൊക്കെ കിടന്നുറങ്ങിയിരുന്ന ഉമ്മൻചാണ്ടിയുടെ ചിത്രങ്ങളൊക്കെ ആയിട്ടാണ് അന്ന് കമ്പാരിസൺ വന്നിരുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇത് ഒരു കാര്യം, അത് ജനങ്ങളുടെ പൊതുബോധത്തിലേക്ക് കടന്നു വരില്ല. ഭയങ്കര ഒരു ആർഭാട ലൈഫാണ് മുഖ്യമന്ത്രി നയിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ. ഇപ്പോൾ നോക്കൂ, മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അദ്ദേഹം US പോയ സമയത്ത് ട്രീറ്റ്മെൻറ്റിന് US പോയിട്ട് തിരിച്ച് ദുബായിൽ വന്നിറങ്ങുന്ന സമയത്ത് അദ്ദേഹം കോട്ടിട്ടുകൊണ്ടാണ് വന്നിറങ്ങുന്നത്. അതേസമയം ഈ നിലവിലത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ കോട്ടിട്ടുണ്ട് പുറത്തിറങ്ങിയാലും ആളുകൾക്ക് പ്രശ്നമില്ലെന്ന്. അതാണ് നമ്മുടെ ഈ വ്യവസ്ഥിതിയുടെ പ്രശ്നം. അതാണ് കാരണം ഒരാളെ കുറ്റക്കാരനാക്കി കണ്ടു കഴിഞ്ഞാൽ അയാളെ പരിപൂർണമായിട്ടൊരു കുറ്റക്കാരനായിട്ട് അങ്ങോട്ട് അധിക്ഷേപിക്കുക എന്നുള്ളതാണ്. അതായത് കൊറോണ കാലഘട്ടമൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതുകൂടാണ്ട് ഏറ്റവും കൂടുതലായിട്ട് അക്രമം ഏറ്റുവാങ്ങിയത് എവിടെ നിന്നായിരുന്നു? ആരോഗ്യ മേഖലയിൽ നിന്നായിരുന്നു. ഇപ്പോൾ വന്നിട്ട് 1.5 മാസം കഴിയാൻ പോകുന്നതേ ഉള്ളൂ. ആരോഗ്യ മേഖലയിൽ എത്ര ചികിത്സാ പിഴവുകളുടെ വാർത്തയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ കൊടുങ്ങല്ലൂർ ആശുപത്രിയിൽ നടന്നിരിക്കുന്ന സംഭവം നമ്മൾ കണ്ടില്ലേ? അവിടെ പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടിയിട്ട് ഡോക്ടറില്ലാത്ത അവസ്ഥ ഉണ്ടായില്ലേ? ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ദിവസവും ഈ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉയർന്നുയർന്ന് വന്നുകൊണ്ടിരിക്കുകയല്ലേ? അത് ക്ലാരിഫൈ ചെയ്യാനോ അത് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ടോ പുതിയ മന്ത്രിക്ക് സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ലല്ലോ. അപ്പോൾ പണ്ട് ഇതൊക്കെ ഇപ്പോൾ മാധ്യമങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ മാധ്യമങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ ആരോഗ്യമന്ത്രിയെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? പ്രിവിലേജ്. അതാണ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഒക്കെ തമ്മിലുള്ള ഒരു വ്യത്യാസം. അതാണ് കൂടുതലായിട്ടുള്ള ഒരുപാട് പ്രിവിലേജുകൾ ആർക്ക് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലത്തെ മുഖ്യമന്ത്രിക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ പിണറായി വിജയനെ സംബന്ധിച്ചിട്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും സാധാരണ കുടുംബത്തിൽ നിന്ന് രാഷ്ട്രീയത്തിൽ വന്ന് അവിടെ നിന്ന് വലിയൊരു കമ്മ്യൂണിസ്റ്റായി വളർന്നു വന്നയാളാണ് പിണറായി വിജയൻ. അപ്പോൾ മലയാളിയുടെ മനസ്സിൽ കിടക്കുന്ന ഒരു ആഢ്യത്യ മനോഭാവമുണ്ട്. അത് ഉന്നത കുലജാതരായിട്ടുള്ള ചില ആളുകളുടെ മനസ്സിൽ കിടക്കുന്ന ചില ആഢ്യത്യ മനോഭാവം. ആ ആഢ്യത്യ മനോഭാവത്തിന് മാറ്റം വന്നിട്ടില്ല. അതിൽ നിന്നാണ് കോരൻ്റെ മകൻ എന്നൊക്കെയുള്ള രീതിയിലുള്ള അധിക്ഷേപ വാക്കുകൾ വന്നില്ലേ? ഓർക്കുന്നില്ലേ? അപ്പോൾ ആ അധിക്ഷേപ വാക്കുകളൊക്കെ മലയാളിയുടെ മനസ്സിൽ ചീഞ്ഞു നാറിക്കിടക്കുന്ന ജാതി ചിന്തകളുടെ ബാക്കി പത്രമാണത്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം ഇനി മുമ്പോട്ട് പോകാൻ പാടില്ല, ഒരു 3ാം തുടർഭരണം വരാൻ പാടില്ല എന്നത് തീരുമാനമായിരുന്നു. ആരുടെ? ഇവിടുത്തെ, ഞാൻ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഉന്നത കുലജാതരായിട്ടുള്ള ആളുകളുടെ തന്നെ തീരുമാനമായിരുന്നു. അവരാൽ നയിക്കപ്പെടുന്ന മാധ്യമങ്ങളല്ലേ കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്? ഏതെങ്കിലും ദളിതൻ നടത്തുന്ന മാധ്യമമുണ്ടോ കേരളത്തിൽ? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? അപ്പോൾ ദളിതന്മാർക്ക് മുൻഗണന കൊടുക്കുന്ന, അതായത് വേടനെ ചേർത്ത് പിടിച്ച ഒരു മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അവശരായിട്ടുള്ള ഒരുപാട് ആളുകളെ ചേർത്ത് പിടിച്ചൊരു വ്യക്തിയായിരുന്നു പിണറായി വിജയൻ എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും
ആർക്ക് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ടുള്ള വി ഡി സതീശന് കിട്ടുന്നുണ്ട്, പല ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട്. കോൺഗ്രസിന് അല്ലെങ്കിലും എല്ലാ കാലത്തും ഒരു മീഡിയ പ്രിവിലേജ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ സൈബർ പോരാളികൾ അവർക്കുണ്ട്. പക്ഷെ അതങ്ങനെ അഡ്രസ്സ് ചെയ്യപ്പെടാറില്ല എന്ന് പറഞ്ഞു. കാരണം ഈ കോൺഗ്രസിന്റെ സൈബർ പോരാളികളും അതോടൊപ്പം തന്നെ CPM-ന്റെ സൈബർ പോരാളികളും ഈ പറഞ്ഞ NDA-യുടെ സൈബർ പോരാളികളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതായത് ഒരു കള്ളത്തെ കള്ളമല്ല സത്യമാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങൾക്ക് സാധിക്കും. അതേസമയം CPM-ന്റെ സൈബർ ഇടങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളമാണെന്ന് അപ്പം തന്നെ മനസ്സിലാവും. അതാണ് എൻ്റെ വ്യത്യാസം. അതേസമയം NDA-യുടെ നോക്കൂ, BJP-യുടെ നോക്കൂ. BJP കള്ളമാണ് പറയുന്നതെന്ന് അവർക്കറിയാം, പക്ഷേ എങ്കിലും അവർ സത്യമാക്കി അല്ലെങ്കിൽ സത്യമാണെന്ന് എന്ന് കരുതുന്ന രീതിയിലായിരിക്കും അവരുടെ സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ. പലപ്പോഴും നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടില്ലേ, ഇത് കള്ളമായിരുന്നോ എന്ന് നമ്മൾ ചിന്തിച്ചു. അപ്പോൾ ആ ഒരു രീതിയിൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാനായിട്ട് BJP-ക്കും കോൺഗ്രസിനും സാധിക്കുന്നുണ്ട്, പക്ഷേ CPM-ന് സാധിക്കുന്നില്ല. അത് വലിയൊരു പ്രശ്നം തന്നെയാണത്. അപ്പോൾ ഞാൻ പറയട്ടെ, കാരണം എന്ന് കരുതിയിട്ട് ഞാൻ പറയുന്നത് പിണറായി വിജയൻ പല സമയങ്ങളിലും എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, ഇപ്പോൾ കേരളയിൽ വിഷയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് വേണമെങ്കിൽ ആ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ആ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കാത്തത്? ജനങ്ങളെ വെല്ലുവിളിക്കാൻ പോയത് കൊണ്ടാണ്. ജനങ്ങളെ വെല്ലുവിളിച്ചത് തന്നെയാണ് പ്രശ്നം. അതൊരു പാതിവന്ത DPR ആയിരുന്നു അതിൻ്റെ. അത് കൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ജനങ്ങളെ വെല്ലുവിളിക്കാനുള്ള ഒരു കോൺഫിഡൻസ് എന്തായിരുന്നു? അദ്ദേഹം കരുതിയിരുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ CPM അനുഭാവികളായിട്ടുള്ള ആളുകൾ തൻ്റെ കൂടെ അടിയുറച്ച് നിൽക്കുന്നു. കാരണം അത്രയധികം ക്ഷേമ പെൻഷനുകൾ നൽകുന്നുണ്ട് കൃത്യമായിട്ട്. അതുകൊണ്ട് റേഷനിങ് സംവിധാനം കൃത്യമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കിറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള അടിത്തട്ടിലുള്ള ജനങ്ങൾ സംതൃപ്തരാണ് എന്ന് അദ്ദേഹം കരുതി. കാരണം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ വരുന്നു, അതുകൊണ്ട് താൻ പറയുന്നത് തന്നെ എല്ലാവരും സ്നേഹിക്കുന്നു എന്ന് അദ്ദേഹം കരുതി. പക്ഷേ ഇതിനകത്തൊരു കുത്തിത്തിരിപ്പുണ്ടാകുന്ന സംഭവം, അതായത് ജാതിയൊക്കെ പറഞ്ഞ് ഒരുപാട് ഇവിടെ ഗെയിമുകൾ നടന്നിട്ടുണ്ടെന്നേ. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല. NSS-ൻ്റെ ഒക്കെ കൃത്യമായ ഇടപെടലുകൾ ചില കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ പിണറായി വിജയനെതിരെയുള്ള ഒരു വമ്പൻ ഹേറ്റ് ക്യാമ്പയിൻ കേരളത്തിലുണ്ടായത്. അത് അടിത്തട്ടിൽ കൂടി ഉണ്ടായ ഒരു സംഭവമാണ്. അത് AI-യുടെ രൂപത്തിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ അടിച്ചിറക്കി വിട്ടിട്ടുള്ള ഹേറ്റ് വീഡിയോസ്, അതിനൊന്നും കണക്കില്ല എന്നുള്ളതാണ് സത്യം. ഏതൊക്കെയാലും ഒരു കാര്യം പറയാം, ഈ 10-50 ദിവസം കൊണ്ടത്തെ ഭരണം കൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു കാര്യം ഏകദേശം പിണറായി വിജയൻ്റെ ഗുണമെന്താണ് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ട്രോളാൻ വേണ്ടിയിട്ടാണ് ഭരണപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്നും പിണറായി വിജയൻ എന്ന നേതാവിനെ, എന്ന സഖാവിനെ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ വലതുപക്ഷ മാധ്യമങ്ങൾക്കും ഭയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത്. അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ മറ്റൊരു ഫിഗർ CPM-ൽ ഇല്ല എന്നതും ഒരു കാരണമാണ്. അല്ല, അത് കൂടാതെ തന്നെ എന്താ വെച്ചാൽ അവരുടെ മുമ്പിൽ പ്രധാന ശത്രുവായിട്ട് നിൽക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ ഏത് തരത്തിലും അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വലതുപക്ഷ മാധ്യമങ്ങളുടെയും വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രധാന പരിഗണന എന്ന് പറയുന്നത്. ഏതൊക്കെയാലും ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ ശോഭിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം.